കേന്ദ്ര സർക്കാർ പ്രഖ്യാപനത്തിന് കാത്തു നിൽക്കാതെ അതിവേഗ റെയിൽപാതയുമായി ഇ ശ്രീധരൻ മുന്നോട്ട്. പൊന്നാനിയിൽ ഓഫീസ് തുറന്നു. റെയിൽവേ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് മുന്നോട്ട് പോകുന്നതെന്നും സംസ്ഥാന സർക്കാരിനെ ഇപ്പോൾ അറിയിക്കേണ്ട കാര്യമില്ലെന്നും ഇ ശ്രീധരൻ പറഞ്ഞു. ഞാൻ റെയിൽവേ മിനിസ്റ്റർ 16-ാം തീയതി പോയി കണ്ടതാണ്. അന്നാണ് ഈ വിഷയം ആദ്യമായി സംസാരിച്ചും എത്തിച്ചേക്കുന്നത്. അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു, ഇനി ബഡ്ജറ്റ് ഇടാൻ പറ്റില്ല, എന്തായാലും ഇട്ടുമില്ലേ, അത് ബഡ്ജറ്റിൻ്റെ ആവശ്യമില്ല. റെയിൽവേ മിനിസ്റ്റർ ഗോട്ട് ഫുൾ പവേഴ്സ് ടു ഡു എനി സർവേ എനിവർ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യു ഷുഡ് ഗെറ്റ് ഇൻവോൾവ്. ഞാൻ പറഞ്ഞു, ഞാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞു, ഇതൊക്കെ നമ്മൾ ഈ റൂമിൽ തീർച്ചയായിട്ടും നാട്ടുകാരറിയോ, ഗവൺമെൻറ് അറിയോ. അപ്പോൾ നമ്മൾ പബ്ലിസിറ്റി കൊടുക്കാം ഇപ്പം തന്നെ. എന്തുകൊണ്ട് അദ്ദേഹം അപ്പം തന്നെ ഫോട്ടോഗ്രാഫേഴ്സിനെ വിളിച്ചു, ഞങ്ങളുടെ ഫോട്ടോ എടുത്തു, സെക്രട്ടറിയെ വിളിച്ചു, ഇന്ന് തന്നെ പ്രഷർ കൊടുത്തു, ലീഡർ വന്ന് സജസ്റ്റ് ചെയ്തു, DPR ചെയ്യാൻ പോവാണ്, അത് DM ഏൽപ്പിക്കുകയാണ്. അതുകൊണ്ട് അതിവേഗ പാതയ്ക്ക് കേന്ദ്രാനുമതി ഇല്ലെന്നാണ് വിവരമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. അതിവേഗ റെയിൽ വരുന്നതിനോട് സംസ്ഥാന സർക്കാരിന് എതിർപ്പില്ല എന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. ഞങ്ങൾ ശ്രീധരൻ കൊണ്ടുവരുന്നതിലും കുഴപ്പമില്ല, അത് കാസർഗോഡ് വരെ മാറ്റണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് അഭിപ്രായമുള്ളൂ. ഇപ്പോൾ കണ്ണൂർ വരെയാണ് പറഞ്ഞിട്ടുള്ളത്, കണ്ണൂരിൽ നിന്നുള്ളത് കാസർഗോഡ് വരെ മാറ്റണം എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കുള്ളൂ. ഞങ്ങൾക്ക് അതിൽ വേറെ പ്രശ്നമൊന്നുമില്ല, തർക്കമൊന്നുമില്ല. വരുന്നതിനും ഞങ്ങൾക്ക് തർക്കമില്ല. RRTC ഞങ്ങളിപ്പോൾ മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ട്. അത് ശ്രീധരൻ്റെ പരിപാടിക്ക് കേന്ദ്ര ഗവൺമെൻറ് അംഗീകാരമില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അത് വെച്ചത്. ഗോകുൽ K വേണുഗോപാൽ വിവരങ്ങളുമായി. ഗോകുൽ, ഇതിൽ ഇന്നലത്തെ ബജറ്റിൽ കേരളം ഉൾപ്പെട്ടിട്ടില്ല, പക്ഷേ ഇന്ന് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കും വാർത്താ സമ്മേളനത്തിൽ എന്നതാണ് അശ്വിനി വൈഷ്ണവ്, കേന്ദ്ര റെയിൽവേ മന്ത്രി, വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനിടെയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം ഓഫീസ് തുറന്നിരിക്കുന്നു, അടുത്ത നടപടികളിലേക്ക് കടക്കുമെന്ന് പറയുകയാണ്. പക്ഷേ സംസ്ഥാന സർക്കാരിനെ അറിയിക്കേണ്ട ആവശ്യമില്ല ഈ ഘട്ടത്തിൽ എന്നൊക്കെ പറയുന്നത്, അത് എന്താണ് അതിൻ്റെ അടിസ്ഥാനം? സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെ ഇങ്ങനെ ഒരു പദ്ധതിയുമായി അദ്ദേഹത്തിന് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടല്ലോ. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും MM ഹസനൊക്കെ രൂക്ഷമായി അദ്ദേഹത്തെ വിമർശിക്കുന്നുണ്ടല്ലോ. അനുജ, പ്രധാനമായിട്ടും ഈ ശ്രീധരൻ പറയുന്നത് തനിക്ക് കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ വാക്കാലുള്ള ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് പദ്ധതിയുമായി മുന്നോട്ടേക്ക് പോകാൻ എന്നാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ അതിവേഗ റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് വാർത്താ സമ്മേളനം വിളിച്ച് അറിയിക്കുകയും പിന്നീട് ഓഫീസ് തുറന്ന് പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ നടപടിയിലേക്ക് കടക്കുകയൊക്കെ ചെയ്തത്. നേരത്തെ തന്നെ ഫെബ്രുവരി 2 താൻ ഓഫീസ് തുറന്ന് പ്രവർത്തിപ്പിക്കും എന്ന കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ 9:15 ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. 12ഓളം ജീവനക്കാരെയും നിയമിച്ചിട്ടുണ്ട്. അടുത്ത നടപടികളിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് ഈ ശ്രീധരൻ. കേന്ദ്ര ബജറ്റിൽ ഈ അതിവേഗ റെയിൽവേ പദ്ധതിയുടെ പ്രഖ്യാപനം ഉണ്ടാവാത്തതോ അല്ലെങ്കിൽ ഇടതുജനത മുന്നണിയിലെ നേതാക്കൾ ഇതിനെതിരെ രംഗത്ത് വരുന്നതോ ഒന്നും അദ്ദേഹത്തെ ബാധിക്കുന്നില്ല എന്നാണ് മനസ്സിലാവുന്നത്. പക്ഷേ സംസ്ഥാന സർക്കാരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ എങ്ങനെയാണ് ഈ പ്രഖ്യാപനം മുന്നോട്ടേക്ക് പോവുക എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം ഈ ശ്രീധരൻ മുന്നോട്ടേക്ക് വെച്ച പ്രപ്പോസൽ പ്രകാരം ഏകദേശം 30,000-ഓളം കോടി രൂപ സംസ്ഥാന സർക്കാർ വഹിക്കേണ്ടതുണ്ട്. ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാരാണ് നടത്തേണ്ടത്. അതിനാൽ തന്നെ സംസ്ഥാന സർക്കാരിനെ മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ടേക്ക് പോവുക സാധ്യമല്ല. പക്ഷേ ഈ ശ്രീധരൻ പറയുന്നത് ഈ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെടേണ്ട കാര്യമില്ല, എനിക്ക് കേന്ദ്ര റെയിൽവേ മന്ത്രി ഫുൾ പവർ തന്നിട്ടുണ്ട്. അതാണ്, ഓഫീസ് തുറന്നിരിക്കുന്നു, തന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും, നിലവിൽ സംസ്ഥാന സർക്കാരിനെ അറിയിക്കേണ്ട ഒരു സാഹചര്യം ആയിട്ടില്ല എന്ന് പറയുകയാണ് ഈ ശ്രീധരൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.